ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ചൂലുണ്ട് അല്ലേ? സാധാരണയായിട്ട് നമ്മൾ ഈ ചൂല് എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടുവന്നിങ്ങനെ വെക്കും. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഈ ചൂലിങ്ങനെ കാലുകൊണ്ട് തട്ടി നീക്കുന്നതായിട്ട്. അതുപോലെ ഈ മുറ്റം തൂക്കുന്ന ചൂലൊക്കെ വളരെ അലക്ഷ്യമായിട്ട് എവിടെങ്കിലും ഒരു അഴുക്കുള്ള പ്രദേശത്തൊക്കെ കൊണ്ടുവന്നിങ്ങനെ ചാരി വെക്കുന്നതും, വളരെ ഒരു നികൃഷ്ട വസ്തുവിനെ പോലെ ചൂലിനെ കണക്കാക്കുന്നതും പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഹിന്ദുമത വിശ്വാസപ്രകാരം പറയുന്നത്. ചൂല എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങളും അഴുക്കുകളുമെല്ലാം തൂത്ത് വൃത്തിയാക്കി നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു വസ്തുവാണ് എന്തെന്ന് പറയുന്നത് ചൂല്. ആ ചൂലിനെ യാതൊരു കാരണവശാലും കാലുകൊണ്ട് ചവിട്ടാൻ പാടില്ല, കാലുകൊണ്ട് ഇങ്ങനെ തട്ടി നീക്കാനായിട്ട് പാടില്ല, അഴുക്കു പ്രദേശത്ത് കൊണ്ടുവന്ന് വെക്കാനായിട്ട് പാടില്ല. നല്ല സുരക്ഷിതമായിട്ട് നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് മാത്രമേ ചൂല് വെക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇതൊരു കൊള്ളരുതാത്ത വസ്തു, ചീത്ത വസ്തു, കണി കാണാൻ കൊള്ളാത്ത വസ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവന്നിങ്ങനെ അഴുക്കു പ്രദേശത്ത് തള്ളിയാൽ അത് വളരെ ദോഷമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഇതൊക്കെ ഒരു വിശ്വാസമാണ്. എല്ലാം നമ്മുടെ വിശ്വാസങ്ങളാണല്ലോ. ആ വിശ്വാസങ്ങളാണല്ലോ നമ്മളെ മുമ്പോട്ട് നയിക്കുന്നതും. അല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് ജീവിക്കാനായിട്ട് എന്താണുള്ളത്? എല്ലാം വിശ്വാസമാണ്. മനുഷ്യർ തമ്മിലുള്ള സ്നേഹം, ബന്ധങ്ങൾ, ഇതെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് മുമ്പോട്ട് പോകുന്നതാണ്. അതുപോലൊരു വിശ്വാസമാണ് ഇതും എന്ന് നിങ്ങൾ കരുതിക്കൊള്ളുക. ചൂല് ഇതുവരെ ആരെങ്കിലും കാലുകൊണ്ട് തട്ടി മാറ്റിയിട്ടുണ്ടെങ്കിൽ, ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി അത് ചെയ്യരുത്. അങ്ങനെ അറിയാതെ കാലുകൊണ്ട് ചവിട്ടുന്ന ഒരവസ്ഥ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതൊന്ന് തൊഴുതോളൂ. അതുകൊണ്ട് നമുക്ക് യാതൊരു ദോഷവുമില്ല. വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത്, അധികം അഴുക്കൊന്നുമില്ലാത്ത സ്ഥലത്ത് ഇത് ഒരു ഐശ്വര്യപൂർണമായ വസ്തുവാണ് എന്ന് വിചാരിച്ച് സുരക്ഷിതമായി വെക്കാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ ചൂലുകൊണ്ട് പലരും, പണ്ടത്തെ കാലത്ത് അമ്മമാരൊക്കെ എന്ത് ചെയ്യുമെന്നറിയാവോ? കയ്യിൽ ചൂലാണ് ഇരിക്കുന്നത്. പെട്ടെന്നായിരിക്കും കുട്ടികൾ എന്തെങ്കിലും ഒരു തെറ്റ് കാണിക്കുന്നത്, ഈ ചൂല് കൊണ്ടൊരൊറ്റടി കൊടുക്കും. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം ചൂല് മഹാലക്ഷ്മിയാണ്. അതിനെ അങ്ങനെ തല്ലി ഒടിച്ച് കളയാനുള്ളതല്ല. അതുപോലെ ചൂല് വലിച്ചെറിയുക, അതൊന്നും ചെയ്യാൻ പാടില്ല. അതിനെ ദൈവതുല്യമായി കണക്കാക്കണം എന്നാണ്. മഹാലക്ഷ്മിയാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും പിന്നെ ചൂലിനെ നമ്മളെന്ത് ചെയ്യത്തില്ല? വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കത്തില്ല. അതിനെ അഴുക്കു പ്രദേശത്ത് കൊണ്ടുവന്ന് വെക്കില്ല. അത് മഹാലക്ഷ്മിയാണ്, നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന വസ്തുവാണ്. ഈ കാര്യം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇതുവരെ ആരെങ്കിലും എന്തെങ്കിലും ചൂലിനോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അത് ചെയ്യരുത്. ഇത് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇതാണ് നമ്മുടെ ഹിന്ദുമതത്തിൻ്റെ ഒരു പ്രത്യേകത. കാരണം എല്ലാത്തിനെയും ദൈവമായിട്ടാണ് കണക്കാക്കുന്നത്. ദൈവവുമായി ബന്ധപ്പെട്ടാണ് എല്ലാ കാര്യങ്ങളെയും നമ്മൾ കണക്കാക്കുന്നത്. കല്ലിനെയും പൂക്കളെയും പുഴയെയും ഇതുപോലുള്ള ഓരോ വസ്തുക്കളെയും മനുഷ്യരെയും എല്ലാവരെയും, ഈ പ്രകൃതി തന്നെ നമുക്ക് ഈശ്വരന് തുല്യമാണ്. അതാണ് നമ്മുടെ ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. അങ്ങനെയുള്ള ആ വിശ്വാസത്തിൽ ജീവിക്കുന്ന നമുക്ക് ആരെയെങ്കിലും വിഷമിപ്പിക്കാൻ സാധിക്കുമോ? ഏതെങ്കിലും ഒരു വസ്തുവിനെ ചീത്തയാക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പം നമ്മൾ അഭിമാനിക്കുക എത്ര മഹത്തായ സംസ്കാരത്തിലാണ് നമ്മൾ ജനിച്ചത് എന്ന്. വിഗ്രഹാരാധന എല്ലാവരും ആക്ഷേപിക്കുന്ന ഒരു കാര്യമാണ്. ഹിന്ദുമത വിശ്വാസികൾ
വിഗ്രഹാരാധന ചെയ്യുന്നവരാണ്. കല്ലിനെയും മലയെയും മണ്ണിനെയും വെള്ളത്തിനെയും കാറ്റിനെയുമൊക്കെ ആരാധിക്കുന്നവരാണ്. ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ. ഒരിക്കൽ വിവേകാനന്ദ സ്വാമികൾ തൻ്റെ സഞ്ചാരത്തിൻ്റെ ഇടയിൽ ഒരു വിദേശത്തുള്ള ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെല്ലുകയാണ്. ആ സമയത്ത് രാജാവ് സ്വീകരിച്ചൊക്കെ ഇരുത്തി സ്വാമികളെ. പക്ഷേ രാജാവ് എന്ത് ചെയ്തു എന്നറിയാമോ? രാജാവ് നമ്മുടെ ഭാരതത്തിലെ സംസ്കാരത്തെ പറ്റി പറഞ്ഞ് വിവേകാനന്ദ സ്വാമികളെ കളിയാക്കി. അതായത്, നിങ്ങൾ ഭാരതത്തിലുള്ളവർ കല്ലിനെയും മണ്ണിനെയും ഒക്കെ പൂജിക്കുന്നവരല്ലേ, അതൊക്കെയല്ലേ നിങ്ങളുടെ ദൈവം, കല്ലല്ലേ നിങ്ങളുടെ ദൈവം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിവേകാനന്ദ സ്വാമികളെ കളിയാക്കി. ആ സമയത്ത് വിവേകാനന്ദ സ്വാമികൾ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ അവിടെ ആ ചുവരിൽ ഒരു ഫോട്ടോ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അത് ഈ രാജാവിൻ്റെ അച്ഛൻ്റെ ഫോട്ടോയാണെന്ന് സ്വാമികൾക്ക് മനസ്സിലായി. അങ്ങനെ സ്വാമി എന്ത് ചെയ്തു എന്നറിയാമോ? ഈ ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് താഴത്തേക്കിട്ടു. അപ്പോഴേക്കും ഈ രാജാവിന് വലിയ ദേഷ്യം വന്നു. രാജാവ് വിവേകാനന്ദ സ്വാമികളോട് ദേഷ്യപ്പെട്ടു. എന്താണ് നിങ്ങൾ ഈ ചെയ്തത്? അതെൻ്റെ അച്ഛൻ്റെ ഫോട്ടോയാണ്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് പാടുപെട്ട് ഒരു ചിത്രകാരനെ കൊണ്ടുവന്ന് മരിച്ചുപോയ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ വരപ്പിച്ചതാണ്. എന്നും ഞാനത് നോക്കാറുണ്ട്. അത് കണ്ടിട്ടാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. ഞാൻ വളരെ സ്നേഹിക്കുന്ന എൻ്റെ അച്ഛൻ്റെ ഒരു ചിത്രമാണത്. നിങ്ങൾ ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് ഈ രാജാവ് സ്വാമികളോട് പറഞ്ഞപ്പോൾ സ്വാമി പറയുകയാണ്, നിങ്ങളുടെ അച്ഛൻ മരിച്ചു പോയി എന്നല്ലേ പറഞ്ഞത്? എന്നെ രാജാവ് പറഞ്ഞു, അതെ, ഇത് വെറും ഒരു പടമല്ലേ, കുറച്ച് പെയിൻറ്റും പേപ്പറും ഒക്കെ ഉപയോഗിച്ച് ആരോ ഒരാൾ വരച്ച ഒരു പടം. ഇത് എങ്ങനെയാണ് നിങ്ങളുടെ അച്ഛനാകുന്നത് എന്ന് സ്വാമി തിരിച്ചു ചോദിച്ചു. അപ്പോൾ രാജാവ് പറയുകയാണ്, ഈ പടത്തിൽ ഞാൻ എൻ്റെ അച്ഛനെയാണ് കാണുന്നത്. എൻ്റെ അച്ഛനെ തന്നെയാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. ഈ പടം കാണുമ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്തുള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട് എന്ന് രാജാവ് പറഞ്ഞു. അപ്പോൾ സ്വാമി ചിരിച്ചുകൊണ്ട് ആ ഫോട്ടോ എടുത്ത് അതുപോലെ ആ ചുവരിൽ തൂക്കിയിട്ട് ആ രാജാവിനെ, അതായത് ആ രാജാവിൻ്റെ അച്ഛനെ നോക്കി പ്രണമിച്ചിട്ട് തിരിഞ്ഞ് സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് ഇപ്പോഴുള്ള ഈ രാജാവിനോട് പറയുകയാണ്, ഈ പേപ്പറിൽ കുറച്ച് ചായങ്ങൾ ചേർത്ത് വരച്ചു വച്ചിരിക്കുന്ന ഈ ചിത്രത്തിനെ കണ്ടപ്പോൾ അങ്ങേക്ക് അങ്ങയുടെ അച്ഛനെ ഓർമ്മ വന്നോ? അങ്ങയുടെ അച്ഛനെ തന്നെയാണോ അങ്ങ് ഈ പടത്തിൽ കൂടി കാണുന്നത്? ഉടനെ രാജാവ് പറഞ്ഞു, അതെ, അതുപോലെ തന്നെയാണ് ഞങ്ങളും. ഞങ്ങൾ ഈ പ്രകൃതിയെ, ഈ ഭൂമിയെ ഞങ്ങൾ ദൈവമായി കരുതുന്നു. എല്ലാത്തിലും ഈശ്വരനുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. പുഴയെയും കാറ്റിനെയും കല്ലിനെയും ഒക്കെ ഞങ്ങൾ ദൈവമായി കരുതുന്നു. അതിലൂടെ എല്ലാം ഞങ്ങൾ ഈശ്വരനെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ പ്രകൃതിയെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഞങ്ങളുടെ മാതാവാണ് ഗംഗാനദി. അങ്ങനെയുള്ള ഗംഗാമാതാവിനെ ഞങ്ങൾ നശിപ്പിക്കുമോ? ഞങ്ങളുടെ പർവ്വതങ്ങൾ ഞങ്ങൾ ഈശ്വര തുല്യമായി കണക്കാക്കുന്നു. അങ്ങനെയുള്ള പർവ്വതങ്ങളെ ഞങ്ങൾ നശിപ്പിക്കുമോ? ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ ഭാരതം ഞങ്ങൾക്ക് അമ്മയാണ്, ഭാരത മാതാവാണ്. ആ അമ്മയെ കളങ്കപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുമോ? സകല ചരാചരങ്ങളും ഞങ്ങൾക്ക് ദൈവമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സംസ്കാരത്തിൽ വളർന്ന ഞങ്ങൾക്ക് താങ്കളുടെ അച്ഛനെയും താങ്കളെയും വളരെയധികം ബഹുമാനമാണ് എന്ന് വിവേകാനന്ദ സ്വാമികൾ ഈ രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവ് അത് ശരിയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് സ്വാമികളുടെ വാക്കുകളെ അംഗീകരിക്കുകയും ഭാരതത്തിൻ്റെ സംസ്കാരം ശ്രേഷ്ഠമായ സംസ്കാരമാണ് എന്ന് ഉറക്കെ വിളിച്ച് പറയുകയും ചെയ്തു. ഇങ്ങനെയൊരു കഥയുണ്ട്. കഥയല്ല, നടന്ന കാര്യമാണ്. അങ്ങനെയുള്ള സംസ്കാരത്തിൽ ജീവിക്കുന്ന നമ്മൾ ചൂലിനെ ഒരിക്കലും കാലുകൊണ്ട് ചവിട്ടരുത്, വലിച്ചെറിയരുത്, പുറം കൈകൊണ്ട് തട്ടരുത്. ചൂലിന്
വളരെ സുരക്ഷിതമായ, വളരെ വൃത്തിയുള്ള ഒരു വാസസ്ഥലം കൊടുക്കണം. ഒരിക്കലും ചൂലുകൊണ്ട് മറ്റുള്ളവരെ തല്ലരുത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇതുവരെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. മഹാലക്ഷ്മിയുടെ പ്രതീകമാണ് ചൂല്. ആ ചൂലാണ് നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.